ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഏഷ്യ ജസ്റ്റ് കൺസോൾട്ടേറ്റ് ചെയ്തു. എന്നിട്ട് ഏഷ്യ ടോപ്പിലെ ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്തു. എന്നിട്ട് ഇന്ന് പ്രത്യേകിച്ച് ന്യൂസ് ഒന്നും ഇല്ലായിരുന്നു. സോ ഏഷ്യ അവിടുന്ന് ലിക്വിഡിറ്റി എല്ലാം ഗ്രാബ് ചെയ്ത് താഴേന്ന് നമുക്ക് ഇവിടെ മെഡിക്കേറ്റ് ചെയ്തിട്ട് മേളിലേക്ക് പോയി. എന്നിട്ട് OB മെഡിക്കേഷൻ മേളിലേക്ക് പോയി. ഇവിടുന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു വിത്ത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ FEG. അവിടുന്ന് താഴേക്ക് ഇറങ്ങി ന്യൂയോർക്ക് പിന്നെ വീണ്ടും ഏഷ്യൻ ലോ സ്വീപ്പ് ചെയ്തു. ഏഷ്യൻ ലോ സ്വീപ്പ് ചെയ്ത് നമുക്ക് നല്ലൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു ഇവിടാണ് വിത്ത് FEG. അത് മെഡിക്കേറ്റ് ചെയ്ത് മേളിലേക്ക് പോയിട്ട് നമ്മളുടെ OB മെഡിക്കേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഏഷ്യയിലെ ലിക്വിഡിറ്റി എല്ലാം ഗ്രാബ് ചെയ്തൊരു OB ഉണ്ട് ഇവിടെ. ആ OB മെഡിക്കേറ്റ് ചെയ്തിട്ട് താഴേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ഇവിടെ ഒരു 1 മിനിറ്റ് എൻട്രി ഉണ്ട്, 3 മിനിറ്റ് എൻട്രി ഉണ്ട്. നൈസായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടികൾ ലണ്ടനിൽ തന്നു. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴേക്ക് ഇറങ്ങി. പിന്നെ അത് മെഡിക്കേറ്റ് ചെയ്തു. പ്രീ ന്യൂയോർക്ക് താഴേക്ക് നല്ലപോലെ ഇറങ്ങി. നല്ലപോലെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഇറങ്ങി. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ FEG മെഡിക്കേറ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങി. പിന്നീട് ഇവിടെ ഒരു 15 മിനിറ്റ് ആണെന്ന് തോന്നുന്നു, അല്ല 5 മിനിറ്റ് FEG ഉണ്ടായിരുന്നു. ആ FEGയിലേക്ക് ഞാൻ ആദ്യം ഇവിടെ ഒരു 1 മിനിറ്റ് എൻട്രി എടുത്തു. അത് ലോസ് ആയിരുന്നു. പിന്നീട് ഞാൻ ഇവിടത്തേക്ക് വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇത് കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു എൻട്രി എടുത്തു. അത് ഞാൻ സെല്ലാണ് എടുത്തത്, ഷോർട്ട്. അതൊരു 1:3 ആണ് ഞാൻ വെച്ചത്. 1:3 എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു OB ആണ്, 1 hour OB എന്തോ ആണ് ഞാൻ വെച്ചത്. അത് പാർഷ്യൽസ് ബുക്ക് ചെയ്യാനേ പറ്റുള്ളൂ. സോ അതൊരു 1:2 വന്നു. അത് കഴിഞ്ഞ് അത് മുകളിലേക്ക് പോയി. ഞാനപ്പോൾ പാർഷ്യൽസ് പകുതി ബുക്ക് ചെയ്തു, അത് മുകളിലേക്ക് പോയി. ഇതെന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ എൻ്റെ ഒരു ഇതിൽ ഇവിടെ എനിക്കൊരു കൺഫർമേഷൻ എൻട്രി ഇല്ല. അതുമല്ല ഇങ്ങനൊരു മൂവ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, കാരണം ന്യൂസൊന്നും ഇല്ലായിരുന്നു. സോ അങ്ങനൊരു മൂവ് ഉണ്ടായി. ഇറ്റ്സ് സിമ്പിൾ. അപ്പം അത് കഴിഞ്ഞു. അപ്പം നമ്മുടെ ഈ ലോസ് മെഡിക്കേറ്റ് ചെയ്തു. അവിടുന്ന് നമുക്ക് നൈസ് എൻട്രി കിട്ടി. അതൊന്നും സീനില്ല. ബ്രേക്ക് ഈവൻ അത് പോയി ഇടിച്ചു. ബ്രേക്ക് ഈവൻ അല്ല, ഞാനിത് തിരിച്ച് കയറുന്ന കണ്ടപ്പോഴേ ഞാൻ ഇവിടെ ആയിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇരുന്നത്. ഞാനത് ട്രയൽ ചെയ്ത് വെച്ചത്. ഞാൻ ഇവിടുന്ന് കയറുന്ന കണ്ടപ്പോഴേ ഞാനത് ക്ലോസ് ചെയ്തു. അത് അപ്പോഴേ പരിപാടി ക്ലോസ് ചെയ്തു. ഇത് ഇവിടെ ഒരു 4 hour OB ഉണ്ടായിരുന്നു. ഞാനത് കാണിച്ചു തരാം. ഇതൊരു 4 hour OB എന്ന് വേണമെങ്കിൽ എടുക്കാം, കാരണം ഇതാണ് ഈ ഡൗൺ മൂവ് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് അതിൻ്റെ ടോപ്പാണ് വന്ന് മെഡിക്കേറ്റ് ചെയ്തിട്ട് പോയത്. അതാണ് നമ്മുടെ ഈ ലണ്ടൻ്റെയൊക്കെ ഹൈ എടുത്തത്. ലണ്ടൻ്റെ ഹൈ എടുത്തു. നല്ലൊരു വിക്കടിയായിരുന്നു. എന്തെങ്കിലും ടോക്കോ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കാണും, എന്താണ് വല്ല ന്യൂസോ എന്തെങ്കിലും റിലീസായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എനിക്കറിയില്ല എന്താണെന്ന് സിംപിളി. അപ്പം എനിക്കിവിടെ ഒരു എൻട്രി എന്ന് പറയുന്നത് തന്നില്ല. കാണിച്ചിരുന്നെങ്കിൽ ഞാൻ എടുത്തേനെ സിമ്പിളായിട്ട്. പക്ഷേ 1 മിനിറ്റിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയാൻ ഇവിടെ ഒരു ചെറിയ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതെനിക്ക് 1 മിനിറ്റിൽ കിട്ടിയിട്ട് കാര്യമില്ല. 1 മിനിറ്റിൽ അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഞാനൊരു സെല്ലിലാണല്ലോ. അപ്പം നാളെ CPI ഒക്കെ ഉള്ളതുകൊണ്ടും FOMC ഒക്കെ നാളെ സ്പീക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കരുതിയത് ജസ്റ്റ് ഇതുവരെ വന്ന് മെഡിക്കേറ്റ് ചെയ്ത് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഇവിടുന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് നാളെ വീണ്ടും താഴേക്ക് ഇറങ്ങുമെന്നായിരുന്നു. സോ അത് നടന്നില്ല. യെസ്. അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ പരിപാടി. അപ്പം ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് പക്ഷേ ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്ത് ഇവിടുന്ന് റിവേഴ്സൽ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ചെറിയൊരു ലോട്ട് സൈസ് ഇവിടുന്ന് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ. എന്നിട്ട് ജസ്റ്റ് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അത് ചെറിയ ലോട്ട് സൈസിലാണ്, ഒന്നുമില്ലത്, ജസ്റ്റ് ചുമ്മാ ഒരു രസത്തിന്. ഇങ്ങനെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം അതൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ഒരു രസത്തിന് എടുത്തതാണ്. അപ്പം നമ്മുടെ എൻട്രീസ് കഴിഞ്ഞു. എൻട്രീസ് നമ്മളുടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു, നമ്മൾ ക്ലോസ് ചെയ്തു സിമ്പിളായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 1 മിനിറ്റിൽ ഇവിടെ ഒരു FEG
ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മെഡിക്കേറ്റ് ചെയ്ത് താഴേക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു മെഡിക്കേഷനിലാണ് ഞാനിവിടെ ചുമ്മാ എൻട്രി എടുത്തിട്ടിരുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചു. നൈസായിട്ട് അത് പോയി. അത് പിന്നീട് വലിയ അഗ്രഷനൊന്നും ഉണ്ടാവില്ല, പെയ്യെ ഇങ്ങനെ ഇറങ്ങും. അതാണ് ഇപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്യാണ്. നാളെ FOMC CPI ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നാളെ നല്ലൊരു ക്രാഷ് കാണാം. അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടി നടന്നത്. ഇത് നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കിയതാണ്. എന്നിട്ട് ഡിസ്കൗണ്ടിൽ പ്രീമിയത്തിലെത്തി. ഇപ്പോൾ സെല്ല് നോക്കി. ഇവിടെ 3 മിനിറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായിരുന്നു, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. അപ്പം ഇവിടാണ് ഞാൻ എൻട്രി എടുത്തത്. നൈസ് എൻട്രി ആയിരുന്നു, ക്ലീൻ ആയിരുന്നു. 1:3 ആണ് ഞാൻ വെക്കാറ് പതിവായിട്ടും, അല്ലേ? അപ്പം ആ സാധനം ഞാൻ കാണിച്ചായിരുന്നു അല്ലേ. അപ്പം അത് 1:3യുടെ ഹാഫാണ് വന്നത്. പക്ഷേ ഞാൻ ഈ ഒരു 1 hour OBയിലേക്ക് വെച്ചു. അപ്പോൾ അതിൻ്റെ ഹാഫ് വന്നപ്പോൾ ഞാൻ പാർഷ്യൽസ് എടുത്തു. പക്ഷേ അത് ബ്രേക്ക് ഈവനായി. നൈസ്. ബ്രേക്ക് ഈവനല്ല, ഞാൻ ക്ലോസ് ചെയ്തതാണ്. ഈ ഒരു അക്രീഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചൂടേറിയത് എന്തോ വരുന്നുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പം see you in next video guys. Stay safe. Nice.